പാർട്ടി ജയിക്കണം. പിന്നെ പ്രത്യേകിച്ച് പല മറ്റു പാർട്ടികൾപ്പെട്ട ആളുകൾ തന്നെ നമ്മളോട് വളരെ നന്നായിട്ട് പെരുമാറിയിട്ടുണ്ട്. തദ്ദേശപ്പോരിൽ പെരിന്തൽമണ്ണ നഗരസഭയിലെ 17ാം വാർഡിലെ സ്ഥാനാർത്ഥി പി ശ്രീനിവാസനൊപ്പമാണ് നമ്മളിപ്പോൾ ഉള്ളത്. LDFന്റെ സ്ഥാനാർത്ഥി. ഈ വാർഡിന്റെ പ്രത്യേകതയുണ്ട്. LDFന്റെ ഉരുക്കുകോട്ട എന്ന് തന്നെ വിശേഷിപ്പിക്കാം. UDF ഇവിടെ പ്രതീക്ഷയ്ക്ക് വകയില്ലെന്നാണ് LDFന്റെ പല പ്രവർത്തകരും നമ്മോട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ സ്ഥാനാർത്ഥിയോട് ചോദിക്കാനുള്ളത്, ഉറച്ചൊരു വാർഡിൽ മത്സരിക്കുന്നു എന്ന് മാത്രമല്ല, നിങ്ങൾ വീടുകളിലൊക്കെ പോകുമ്പോൾ ജനങ്ങളിൽ നിന്ന് കിട്ടുന്ന പ്രതികരണങ്ങൾ, അതായത് ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചത്, അങ്ങനെയുള്ള കുറേയേറെ കാര്യങ്ങളുണ്ടല്ലോ. പിന്നെ പെരിന്തൽമണ്ണ നഗരസഭ നടപ്പിലാക്കിയ വലിയ ഒരുപാട് പദ്ധതികളുണ്ട്. കുടിവെള്ളം, രാമൻചാടി കുടിവെള്ള പദ്ധതി, അതുപോലെ തന്നെ നഗരവികസനവുമായി ബന്ധപ്പെട്ട്. അപ്പൊ ഇത് ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ഉള്ളപ്പോൾ നിങ്ങൾ വീടുകളിൽ ചെല്ലുമ്പോൾ ഈ വോട്ടർമാരിൽ നിന്നൊരു പ്രതികരണമുണ്ട്. ജനങ്ങളിൽ നിന്ന് നല്ലൊരു പ്രതികരണമാണ് ഉണ്ടായിട്ടുള്ളത്. നമ്മളെ ഇതെന്ന് പറഞ്ഞ ഒരു നാടൻ പ്രദേശമാണ്. സാധാരണക്കാര്, അതേമാതിരി 2-3 ചെറിയ കടകള്, അങ്ങനെയുള്ള ഒരു ഗ്രാമപ്രദേശമാണ്. അപ്പൊ ഇവിടെയുള്ള ആളുകളെ കൂടുതലും കൂലിപ്പണിക്കാര്, അങ്ങനെ സാധാരണ ജനങ്ങളാണ്. ഈ സർക്കാരിന്റെ പെൻഷൻ, അങ്ങനെ പിന്നെ തൊഴിലുറപ്പ് പദ്ധതി, അങ്ങനെയൊക്കെ പണിയെടുക്കുന്ന കൂടുതൽ ആൾക്കാരും ഈ ഭാഗത്തുണ്ട്. അപ്പൊ നമ്മൾ വീടുകളിൽ ചെല്ലുമ്പോൾ നല്ലൊരു പ്രതികരണം നമുക്ക് ഉണ്ടാവാറുള്ളത്. കാലാകാലങ്ങളിലായിട്ട് ഇവിടെ തെരഞ്ഞെടുപ്പ് തുടങ്ങിയ മുതൽ LDF മാത്രമേ ഇവിടെ ജയിച്ചിട്ടുള്ളൂ. അപ്പോ അതിന്റെ ഒരു ഭാഗമായിട്ട് ഇപ്രാവശ്യം LDF ഭരിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് വൻ ഭൂരിപക്ഷത്തോടെ ജയിക്കാൻ കഴിയുന്ന തന്നെയാണ് നമ്മളെ പ്രതീക്ഷിക്കുന്നത്. അതിന്റെ അപ്പുറം പോവില്ല. അത് മാത്രമല്ല, ജയിക്കുന്നപ്പോ നമുക്കിപ്പോ കോട്ട എന്നൊക്കെ പറയാം, അതൊക്കെ ഓക്കെ. പക്ഷെ പല സ്ഥലത്ത് ഇപ്പൊ കോട്ട എന്ന് പറഞ്ഞാൽ പോലും ജനങ്ങളിൽ നിന്ന് കിട്ടുന്ന ഒരു ഇതുണ്ടല്ലോ. ഇപ്പൊ നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞത്, നിങ്ങൾ മറുപടി പറഞ്ഞു, ഈ പെൻഷൻ കിട്ടുക എന്ന് പറഞ്ഞാൽ ഈ സാധാരണക്കാരെന്ന് പറഞ്ഞല്ലോ, വയസ്സായ ആളുകൾ, വീട്ടിലിരിക്കുന്നവർക്ക് ഒരു പക്ഷേ മാസം കിട്ടുന്ന ആ തുക ഒരു വലിയ തുകയാണ് അവർക്ക്. കാരണം ഈ എന്താ പറയാ, മക്കളെ ആശ്രയിക്കാതെ അവരുടെ മരുന്നിനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ പണം കിട്ടുക, അതിന്റെ ഒരു സന്തോഷം നിങ്ങളോട് അവർ പങ്കുവെക്കുന്നില്ലേ? തീർച്ചയായിട്ടും. കാരണം അത് വലിയൊരു ആശ്വാസമാണ് ജനങ്ങൾക്കുള്ളത്. പിന്നെ കുടിവെള്ളത്തിന്റെ ആയാലും എല്ലാ നമ്മളവിടെ ഒരുവിധമുള്ള റോഡുകളൊക്കെ പണിയെടുത്തിട്ടുണ്ട്. പിന്നെ എല്ലാ വീടുകളിലും കുടിവെള്ളം എത്തിച്ചിട്ടുണ്ട്. ഈ ഗവൺമെന്റ് രാമൻചാടി കുടിവെള്ള പദ്ധതി അല്ലാതെ വലിയ 2 പദ്ധതികൾ ഇവിടെ വേറെ സെപ്പറേറ്റ് ഉണ്ട്. കുടിവെള്ള പദ്ധതി അനേകം വീടുകളിലേക്ക് രാവിലെ വെള്ളം അടിച്ചിട്ട് എത്തിക്കുന്ന ഒരു പരിപാടി ഇവിടെ 2 ഏരിയയാണ്. ഒരു കാപ്പുങ്ങപ്പടി എന്ന് പറഞ്ഞിട്ടൊരു ഏരിയ ഉണ്ട്, പിന്നെ ഇവിടെ മനപ്പടി. ഈ 2 ഏരിയയിലും സെപ്പറേറ്റ് 2 കുടിവെള്ള പദ്ധതി ആൾറെഡി റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ജനങ്ങൾക്ക് നല്ലൊരു ആശ്വാസം തന്നെയാണ്. കുടിവെള്ളത്തിന് ഈ മേഖലയിൽ ഒരു ബുദ്ധിമുട്ടില്ല. പിന്നെ റോഡുകളാണെങ്കിലും എല്ലാ റോഡുകളും പണിയെടുത്തിട്ടുണ്ട്. ചെറിയ റോഡുകളാണെങ്കിൽ അത് കോൺക്രീറ്റ് ചെയ്തിട്ട് നന്നാക്കിയിട്ടുണ്ട്. ഇവിടെ പിന്നെ സ്ട്രീറ്റ് ലൈറ്റുകൾ എല്ലാ ഭാഗത്തും വെളിച്ചം എത്തിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ചെല്ലുന്നിടത്തൊക്കെ ജനങ്ങളിൽ നിന്ന് നല്ല പ്രതികരണമാണ് നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ മറ്റേ ആളുകൾ പിടിച്ചെടുക്കുന്ന പറയുന്നുണ്ട്. അങ്ങനെ പിടിച്ചെടുക്കാൻ പല ഘട്ടത്തിൽ അവർ ശ്രമിച്ചിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല വന്നിട്ട് ഇലക്ഷൻ വർക്ക് നടത്തിയ ഒരു സ്ഥലം കൂടിയാണ് ഇവിടെ. എന്നിട്ട് അടക്കം നമുക്ക് അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇപ്രാവശ്യം പറയുന്നുണ്ട് നമ്മള് മാറും പറയുന്നുണ്ട്. പക്ഷെ ജനങ്ങളാണ് മാറ്റേണ്ടത്. ജനങ്ങള് കാലാകാലങ്ങളായിട്ട് നമ്മളൊപ്പം നിൽക്കുന്നത് ഇടതുപക്ഷത്തിന്റെ ഒപ്പമാണ്. അത് വ്യക്തി എന്നുള്ള കാര്യമല്ല, പാർട്ടി. ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ, മാർക്സിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ഒരു വികാരമാണ്. ജനങ്ങൾ ഇപ്പോഴും ആ പാർട്ടിയുടെ ഒപ്പമാണ് നിൽക്കുന്നത്. അതുകൊണ്ട് കാലാകാലങ്ങളായിട്ട് ജയിക്കുന്ന വാർഡാണ്. അവരെ വിശ്വാസമാണ്. അവരൊപ്പം നിൽക്കണ്ടേ. ഈ പാർട്ടി ജയിച്ചാൽ അവർക്ക് കാര്യങ്ങൾ കിട്ടുന്നുള്ളൊരു വിശ്വാസം കാലാകാലങ്ങളായിട്ട് ആ ജനങ്ങളുടെ അടുത്തുണ്ട്. ആ വിശ്വാസം ഇതുവരെയും നമ്മൾ തെറ്റിച്ചിട്ടില്ല. അപ്പോൾ അടുത്തത് എന്റെ ഊഴാണ്. ഞാൻ ആ നിലയ്ക്ക് തന്നെ മുന്നോട്ട് പോകും. അതാ പറയാനുള്ളത്. അടുത്ത ജനപ്രതിനിധിയായിട്ട് പാർട്ടി നിശ്ചയിച്ചത്, അങ്ങനെ തന്നെ പറയാമല്ലോ, ഇവിടെ ഉരുക്കുകോട്ടയാണെങ്കിൽ പിന്നെ അടുത്ത ജനപ്രതിനിധിയായിട്ട് പാർട്ടി നിശ്ചയിച്ചത് ശ്രീനിവാസനെയാണ്. അപ്പോ മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത്, ഇപ്പൊ റോഡിന്റെ കാര്യം പറഞ്ഞു, അതുപോലെ സ്ട്രീറ്റ് ലൈറ്റ്, വെള്ളം, ഇതെല്ലാ കാര്യങ്ങളും പറഞ്ഞു. പിന്നെ നിങ്ങളിപ്പോ സ്ഥാനാർത്ഥി ഇവിടെ മത്സരിക്കുന്നു, ജയിച്ചു കഴിഞ്ഞാൽ പുതിയ എന്തെങ്കിലും ആശയങ്ങൾ, എല്ലാ സ്ഥാനാർത്ഥികളും ഞങ്ങൾ അതുമായിട്ട് പങ്കുവച്ചിട്ടുള്ളത്, ഈ സ്ത്രീകൾക്ക്, വയോജനങ്ങൾക്ക്, വയോജനങ്ങൾക്ക് ഒരു പകൽ വീട്, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് സ്വയം സംരംഭകരാകാൻ കഴിയുന്ന ചെറിയ സംരംഭങ്ങൾ, അവർക്കൊരു വരുമാനം, അങ്ങനെയുള്ള എന്തെങ്കിലും ഇവിടെ പുതിയതായിട്ട് ഒരു ആശയം നാടിനു വേണ്ടി കൊണ്ടുവരാൻ, നടപ്പാക്കാൻ കഴിയുന്നത് നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ആശയം ഉണ്ടോ എന്ന് തോന്നുന്നു? അത് പുതിയ പദ്ധതികൾ കൂടി ചേർന്നിട്ട് ആലോചിച്ച് നടത്തേണ്ടത് നിർബന്ധമാണ്. പിന്നെ ഇവിടെ കുട്ടികളുണ്ട്. കുട്ടികൾക്ക് കളിസ്ഥലാണ് ഇപ്പൊ ഏറ്റവും ഒരു വിഷയമായിട്ട്, പ്രധാന വിഷയമായിട്ട് കിടക്കുന്നത് ഒരു കളിസ്ഥലാണ്. അപ്പൊ അതിനു വേണ്ട കാര്യങ്ങള് നമ്മൾ നടത്തും. പിന്നെ ചെറിയൊരു സ്ഥലമുണ്ട്, അത് നമ്മളൊരു കുട്ടികൾക്ക് വോളിബോളോ ഷട്ടിലോ കളിക്കാൻ വേണ്ടിയിട്ട് ഒരു ടർഫാക്കി മാറ്റാനുള്ള ഒരു പണി ആദ്യം ശ്രമം നടത്തും. മറ്റേ ഗ്രൗണ്ടിനുള്ള സ്ഥലം കണ്ടെത്തേണ്ട ഒരു വലിയ വിഷയമാണ്. കാരണം അത്ര സാമ്പത്തിക അപ്പൊ അതിനുള്ള ശ്രമം നമ്മൾ നടത്തും.
പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും എന്തൊക്കെ നമ്മളെ നഗരസഭയിൽ നിന്ന് നേടിയെടുക്കാൻ കഴിയുമോ അത് മുഴുവൻ നേടിയെടുത്തുകൊണ്ട് അവർക്ക് വേണ്ടി പരമാവധി ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് എന്റെ പ്രതീക്ഷ. അതായത് അവസാനമായിട്ട് ഏതായാലും നിങ്ങളുടെ പ്രതീക്ഷ വാനോളമാണ്. LDFന്റെ ഉരുക്കുകോട്ടയാണ്. ഇതുവരെ ഈ വർഷങ്ങൾ ഇപ്പുറം നിങ്ങൾക്ക് ധൈര്യമായിട്ട് ജനങ്ങളോട് മുന്നോട്ട് വെക്കാൻ, അല്ലെങ്കിൽ കാണിച്ചു കൊടുക്കാൻ ഒരുപാട് വികസന പ്രവർത്തനങ്ങളുണ്ട്. കുടിവെള്ളത്തിന്റെ കാര്യത്തിൽ, റോഡുകളെല്ലാം ഓക്കെ. അവസാനമായിട്ട് ഒരു ചോദ്യം കൂടി. ഈ വാർഡ് LDFന്റെ ഉരുക്കുകോട്ടയാണെന്ന് ഉറപ്പിക്കുമ്പോഴും ഇത്തവണത്തെ ഈ തദ്ദേശ പോരിൽ നല്ല ഭൂരിപക്ഷത്തിൽ വിജയിച്ച് കയറുമെന്ന് ആത്മവിശ്വാസം 100%. 100% ആത്മവിശ്വാസത്തോടെയാണ് ഞാൻ മത്സരിക്കുന്നത്. തീർച്ചയായും കൈവിടില്ല. ജനങ്ങൾ നിങ്ങൾ വീടുകളിലൊക്കെ ചെല്ലുമ്പോൾ അവർ പറയും ശ്രീനിവാസ പാർട്ടി തന്നെ ജയിക്കണം എന്നൊരു രീതിയിൽ പറയാറ്. പാർട്ടി ജയിക്കണം. പിന്നെ പ്രത്യേകിച്ച് പല മറ്റു പാർട്ടികൾപ്പെട്ട ആളുകൾ തന്നെ നമ്മളോട് വളരെ നന്നായിട്ട് പെരുമാറിയിട്ടുണ്ട്. പ്രാവശ്യം വോട്ട് എന്തായാലും നിങ്ങൾക്ക് തന്നെ പറഞ്ഞിട്ടുണ്ട്. 100% വിജയപ്രതീക്ഷ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഇരിക്കുന്നത്. എന്തായാലും ജയിക്കും. ജയത്തിൽ ഒന്നുമില്ല. പ്രത്യേകിച്ച് മനപ്പടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 17ാം വാർഡ്, പണ്ട് 13ാം വാർഡായിരുന്നു, ഇപ്പൊ 17ാം വാർഡ്. കാലാകാലങ്ങളായിട്ട് പാർട്ടി ഓരോ പ്രതിസന്ധി വരുമ്പോൾ കൂടുതൽ ഭൂരിപക്ഷത്തോടെ മാത്രമേ ഇവിടെ ജയിച്ചിട്ടുള്ളൂ. ഈ പ്രാവശ്യം അങ്ങനെ തന്നെ സംഭവിക്കാം. ഏതായാലും ആത്മവിശ്വാസം എന്നല്ല പറയുന്നത്, സ്വന്തം കോട്ട എന്ന് തന്നെ പറയാവുന്ന ഒരു സ്ഥലത്ത് പാർട്ടി സ്ഥാനാർത്ഥിയായി നിർത്തുന്നത് അവിടെ വാർഡ് കൗൺസിലറായി ജയിച്ചു വരാൻ കഴിയുന്ന ഒരു സ്ഥലത്താണ് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് ഈ വാർഡിന്. ഇപ്പൊ ഈ വാർഡിൽ നടപ്പാക്കിയ ഒരുപാട് വികസന പ്രവർത്തനങ്ങളുണ്ട്. പെരിന്തൽമണ്ണ നഗരസഭ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. അക്കൂട്ടത്തിലെ വിവേചനമില്ലാതെ ഓരോ വാർഡുകൾക്കും, അത് UDF ആയിക്കോട്ടെ LDF ആയിക്കോട്ടെ, വാർഡുകളിൽ വികസനം നടത്തിയിട്ടുണ്ടെന്ന് നഗരസഭാ ചെയർമാനും LDF നേതാക്കളും തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അപ്പൊ ഈ വാർഡിൽ 17ാം വാർഡിൽ LDFന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ശ്രീനിവാസൻ ജയിക്കുമെന്ന കാര്യത്തിൽ അദ്ദേഹത്തിനും സംശയമില്ല. പാർട്ടി പ്രവർത്തകരാണ് നമ്മോടൊപ്പം ഉള്ളത്, ഇവർക്ക് ആർക്കും സംശയമില്ല. നാട്ടുകാരോട് ചോദിച്ചപ്പോൾ അവരും പറഞ്ഞത് അവിടെ ശ്രീനിവാസൻ LDF സ്ഥാനാർത്ഥി തന്നെയാണ് ജയിക്കുകയെന്നാണ്. അപ്പോൾ ജയിക്കൽ എനിക്ക് ആശംസിക്കാനേ പറ്റുള്ളൂ. ജയിക്കാൻ ആശംസ നേരം മാത്രമേ പറ്റുള്ളൂ. ജയിപ്പിക്കേണ്ടത് ജനങ്ങളാണ്. ആരെ വാഴിക്കണം, ആരെ വാഴിക്കേണ്ടെന്ന് തീരുമാനിക്കുന്നത് ജനങ്ങളാണ്. ആരാവണം ഇവിടുത്തെ ജനപ്രതിനിധി എന്ന് തീരുമാനിക്കേണ്ടത് ജനങ്ങളാണ്. ജനം തീരുമാനിക്കട്ടെ ആരാവണം അവരുടെ ജനപ്രതിനിധി എന്ന്. ക്യാമറമാൻ ഷാഹിദ് കക്കൂത്തിനൊപ്പം ജബ്ബാർ വേണാട്, ചാനൽ 10, പെരിന്തൽമണ്ണ. Years of sparkling legacy. Popular Gold and Diamonds, Perindalmanna.